ഇതാണ് ഏലത്തിന് അഴുകലിന് കൺട്രോൾ ചെയ്യുന്നത് ഇതാണ് അല്ലെ. നിങ്ങളുടെ ഏലത്തിന് വിളവ് കുറവാണ് അല്ല മറ്റേതെങ്കിലും കൃഷിക്ക് വിളവ് കുറവാണോ അല്ലെങ്കിൽ പ്ലാന്റ്സ് ഒന്നും ഒട്ടും ഹെൽത്തി അല്ലാന്ന് തോന്നുന്നുണ്ടോ? ഞാനിപ്പോ ഉള്ളത് സീത ഓർഗാനിക് ഫെർട്ടിലൈസറിലാണ്. ഇത് മനോജേട്ടൻ ഓണറാണ്. മനോജേട്ടൻ ഉണ്ട് ഇവിടെ. മനോജേട്ടാ ഇതിനെ കുറിച്ച് കാര്യങ്ങൾ പറയുമോ? നമ്മുടെ ഈ യൂണിറ്റ് കൂടുതലായിട്ടും ജൈവവളങ്ങൾ മാത്രം ഉത്പാദിപ്പിക്കുന്ന ഒരു യൂണിറ്റ് ആണ്. പ്രധാനമായിട്ടും ഏലത്തിന് വേണ്ടിയിട്ടാണ്. എല്ലാ വിളവുകളും ഉണ്ട്, ഏലത്തിനാണ് കൂടുതൽ ഇവിടുന്ന് കയറി പോകുന്നത്. എഗ്മീൽ മായൊന്നും ചേർക്കാതെ എഗ്മീലാണ് മെയിനായിട്ട് ഉപയോഗിക്കുന്നത്. ഈ മുട്ടത്തൊണ്ട് കൊണ്ടുവന്ന് പൊടിച്ചെടുക്കുവാണ്. ഇതുണ്ട് അതിന്റെ മെഷീൻസ് ആണ് ഇതുള്ളത്. അപ്പൊ നമുക്ക് സൗണ്ട് ഇതായതുകൊണ്ട് വയ്യാതെ ഓഫ് ചെയ്തിരിക്കും കേട്ടോ. ഇവിടെ ഇത് പൊടിക്കുവാണ് ചെയ്യുന്നത്. ഇതുണ്ടോ, ഇതെല്ലാം ആ മുട്ടത്തൊണ്ടുകൾ കൊണ്ടുവച്ചിരിക്കുന്നതാണ്. ആ തൊണ്ടുകൾ ഈ ഇതിനകത്തിട്ട് പൊടിച്ച് അതിനെ മിക്സ് ചെയ്തെടുക്കുവാണ്. ഇതുണ്ടോ, ഇതിനകത്ത് ഇങ്ങനെ മുട്ടയുടെ തൊണ്ട് പൊടിച്ചതാണ്. ഏലത്തിനുള്ള മിറാക്കിൾ 40 എന്ന് പറഞ്ഞ വളമുണ്ട്. അത് മഞ്ഞളും 8 കൂട്ടം പിണ്ണാക്കും കൂടെ പൊടിച്ചുണ്ടാക്കുന്ന വാരി തൂളാനും പറ്റും, കലക്കി ഒഴിക്കാനൊക്കെ പറ്റും. മഴവെള്ളമൊക്കെ കൺട്രോൾ ചെയ്യുക ഏലത്തിന്റെ. കൂടുതൽ ശരം ഒക്കെ അടിക്കും. ഏലത്തിനാണ് അവിടെ ഹൈറേഞ്ച് നേരിട്ട് ഇടുക്കി സൈഡിൽ നിന്ന് ആൾക്കാർ വരുന്നുണ്ട്. പിന്നെ അല്ലാതെ കൂടെ നമ്മൾ അയക്കുന്നുണ്ട്. പിന്നെ അതുകൂടാതെ സിതാ മീൽ എന്ന് പറഞ്ഞ ഒരു വളമുണ്ട്. പച്ചക്കൊക്കെ പൊടിക്കുന്ന അത് കൊടുക്കും. അതെല്ലാം ഏലത്തിന് പോകുന്നുണ്ട്. പോകുന്ന മൂവിങ്ങുള്ളതായിട്ടാണ് എഗ്മീലാണ്. എഗ്മീലിന്റെ പാക്കിംഗ് ഇങ്ങനെയാണ് വരുന്നത്. 40 കിലോ ഉണ്ട്, 50 കിലോ ഉണ്ട്. 2 ഇതിൽ സൈസിലാണ് നമ്മൾ ഉണ്ടാക്കുന്നത്, അളവിലാണ് ഉണ്ടാക്കുന്നത്. പിന്നെയുള്ളത് ഇത് സിതാമീൽ എന്ന് പറയും. എല്ലുപൊടി 8 കൂട്ടം പിണ്ണാക്കും പൊടിക്കാതെ ഉള്ള ഒരു വളമാണ്. ഇത് മഞ്ഞളിന്റെ ബേസിലേക്ക് നമ്മൾ 8 കൂട്ടം പിണ്ണാക്ക് പൊടിച്ച് ചേർക്കുന്നു. നൈസ് പൗഡറാണ്. വാരി തൂളാനും പറ്റും, കലക്കി ഒഴിക്കാൻ നമുക്ക് വേണമെങ്കിൽ. ഇതാണ് ഏലത്തിന് അഴുകലിന് കൺട്രോൾ ചെയ്യുന്നത് ഇതാണ് അല്ലേ. സീത ഓർഗാനിക് ഫെർട്ടിലൈസർ. അപ്പോ ആവശ്യക്കാര്, വളത്തിന് ആവശ്യമുള്ളവര്, ഏലത്തിന് വിളവ് കുറവുള്ളവര്, ചെടി പ്ലാന്റ് വലിയ ഹെൽത്തി അല്ലാന്ന് തോന്നുന്നവരൊക്കെ മസ്റ്റ് ആയിട്ട് കോൾ ചെയ്യുക. കോൾ ചെയ്ത് കഴിഞ്ഞാൽ അതിനുള്ള എല്ലാ സൊല്യൂഷനും ആയിട്ട് ഇവിടെ മനോജേട്ടനുണ്ട്. മനോജേട്ടൻ ഇവിടെ ഉണ്ട്. അപ്പം കോൺടാക്ട് നമ്പർ നമ്മൾ റീൽസിന് താഴെ കൊടുത്തിട്ടുണ്ടാവും, ഈ വീഡിയോസിന് താഴെ കൊടുത്തിട്ടുണ്ടാവും. ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. ഇവിടുന്ന് വളം എടുത്തുകൊണ്ട് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു തവണ യൂസ് ചെയ്യുമ്പോൾ തന്നെ അതിന്റെ ഒരു റിസൾട്ട് മനസ്സിലാവും.